ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. RJ അഞ്ജലിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവിടെ മൈലാഞ്ചി ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ച ഒരു വിഷയം നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RJ അഞ്ജലി ഒരു പെണ്ണാണ്, ഇപ്പം ആ മെഹന്തി ആർട്ടിസ്റ്റ് ഒരു പെണ്ണാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് അവിടെ മെഹന്തി ഇട്ട് തരുമോ, എത്ര രൂപയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് മാപ്പ് പറയുന്നത് ആദ്യമേ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, ഒരു വിഷയം ഉണ്ടാകത്തില്ലായിരുന്നു. ആദ്യമേ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ വിളിച്ചതിന്റെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം ഇവരെന്തോ ചെയ്തത്, പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ, ഇപ്പം നമുക്ക് ആ പ്രാങ്ക് കോൾ ചെയ്തതിന് ശേഷം വേറെ പ്രാങ്കുകളൊക്കെ വന്ന് പെൻഡിങ്ങിൽ കിടക്കുവാണ്. എനിക്ക് വന്ന് ഇവർ പറയുന്നത് എന്താണ്, ഗൂഗിൾ ഫോം വഴി സെലക്ട് ചെയ്യുന്നവരെയൊക്കെ വിളിക്കത്തുള്ളൂ എന്ന് പറയുന്നതായിട്ട്. ഗൂഗിൾ ഫോം വഴി വിളിക്കുന്നത് എന്തോ 1000 രൂപ കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ കാശിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതായത് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു വൃത്തിയായിട്ട രീതിയിലുള്ള സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഇതൊരു കേസോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് മാപ്പ് പറയുന്നത്. അതിന്റെ ഇടക്ക് വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഈ മാപ്പും കാര്യങ്ങളും? ഇപ്പം എല്ലാവരും തിരിച്ച് എതിരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ ഇപ്പൊ എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതൊരു തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ആദ്യമേ മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. എന്ത് തേങ്ങയും വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്? നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും?